ഇഡ്ഡലിയൊക്കെ ഒരുപാട് ഇഷ്ടമാണ്. പക്ഷേ ഇഡ്ഡലിൻ്റെ ആ ഉഴുന്നിൻ്റെ ചമർപ്പും അതും വലിയൊരു താല്പര്യമില്ല. അതുകൊണ്ടാണ് വലിയൊരു ഇഷ്ടമില്ലാത്തത്. വീട്ടിൽ എല്ലാവർക്കും ഇഷ്ടമില്ല. ഇഡ്ഡലി ഉണ്ടാക്കിയാൽ അത് ഒരുപോലെ പൊങ്ങൂല, നല്ല സോഫ്റ്റ് ഉണ്ടാവില്ല, അതുപോലെ അത് ചട്ടിയിൽ പിടിക്കും. അങ്ങനെയുള്ള കംപ്ലൈൻറ്റുകളൊക്കെ നിങ്ങൾക്ക് ഉണ്ടോ? അതാ കണ്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫ്ലഫി ആയിട്ടുള്ള കേക്ക് പോലെയുള്ള അടിയിലൊന്നും പിടിക്കാത്ത ഇഡ്ഡലി ഉണ്ടാക്കാനുള്ളൊരു കിടിലൻ സൂത്രമാണ് പറയുന്നത്. വേറൊരു ടേസ്റ്റാണ് ഈ ഇഡ്ഡലിക്ക്. അതിനാദ്യം നമുക്ക് വേണ്ടത് 1 സ്പൂൺ ഉലുവ ഇടണം, അതുപോലെ ഒരു പാത്രം ഉഴുന്ന്. അത് നിങ്ങൾക്ക് ഇതിന് ഈ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മാത്രം മതി. നമ്മൾ ഇതിന് ഒരുപാട് ഉഴുന്നൊന്നും വേണ്ട. സാധാരണ രീതിയിൽ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ഉഴുന്ന് വേണം. പക്ഷേ ഇതിന് കുറഞ്ഞ ഉഴുന്നും, എത്രയാണോ നമ്മൾ ഉഴുന്ന് എടുത്തത് അതിൻ്റെ ഇരട്ടി ചാക്കരി എടുക്കുക. അതിന് പച്ചരി ഞാൻ യൂസ് ചെയ്യാറേ ഇല്ല. പച്ചരി ആവുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അരി എടുക്കുന്നതിൻ്റെ ഡബിളായിട്ട് ഉഴുന്നെടുക്കണം. ഇതിന് കുറഞ്ഞ ഉഴുന്ന് മതി. ഇതിലേക്ക് വറ്റോ അവലോ അതുപോലെ തന്നെ പച്ചരി ഒന്നും വേണ്ട. പക്ഷെ പച്ചരി ആവുമ്പോൾ അരമണിക്കൂർ കൊണ്ട് തന്നെ പൊതിർന്ന് കിട്ടും. ചാക്കരി ആവുമ്പോൾ മിനിമം 4 മണിക്കൂർ വേണം പൊതിരാനായിട്ട്. ഇപ്പോൾ അതാ നമ്മളെ ഉഴുന്നും പച്ചരിയൊക്കെ നന്നായിട്ട് പൊതിർന്ന് വന്നിട്ടുണ്ട്. ചാക്കരി ഇതാ പച്ചരിയെ പോലെ പൊതിർന്ന് വന്നിട്ടുണ്ട്. ഉഴുന്നും അതുപോലെ തന്നെ ഇരട്ടിയായി വന്നിട്ടുണ്ട്. 4 മണിക്കൂറിന് ഞാൻ രാവിലെ ഇട്ട് വെച്ചിരുന്നത്. ഇങ്ങനെ ചെയ്യുമ്പോഴുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മളിത് നേരത്തെ അരച്ച് വെക്കണം എന്നില്ല. ഇന്ന് രാത്രിത്തേക്കാണ് ഞങ്ങൾക്ക് ഈ ഇഡ്ഡലി ഉണ്ടാക്കാനുള്ളത്. ഇനി രാവിലത്തേക്കാണ് ഇഡ്ഡലിയെങ്കിൽ ചിലപ്പോൾ എല്ലാം വൈകുന്നേരം എനിക്ക് അരച്ച് വെക്കാൻ മടിയാണ്. ആ ടൈമിൽ എനിക്ക് അടിക്കാനുണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ എന്ത് ചെയ്യും, രാവിലെ 4 മണിക്ക് മോൻക്ക് ട്യൂഷന് അറ്റൻഡൻസ് ഇടാണ്ട് ആ ടൈമിൽ. അപ്പോൾ ആ ടൈമിൽ അവൻ എണീക്കുമ്പോൾ അരച്ച് വെക്കും. അരച്ച് വെച്ചിട്ട് ഞാനൊന്നും കൂടെ കിടക്കും. പിന്നീട് ഒരു 5:30 ആകുമ്പോഴാണ് നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് കിച്ചണിലേക്ക് വരിക. 5:30 5:45 ആവും. അപ്പോൾ ആ ടൈം ആകുമ്പോഴേക്കിന് ഇഡ്ഡലി നന്നായിട്ട് പൊങ്ങി വരും. അപ്പോൾ അത് നമ്മളിത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഫ്രിഡ്ജിലുള്ള തണുത്ത വെള്ളത്തിലാണ് നമ്മളിത് അരച്ച് വെക്കേണ്ടത്. അതുപോലെ നമ്മളിതിലേക്ക് ഒരു 4-5 അരിയുടെ കൂടുതലനുസരിച്ച്, ഒരു നായിലേക്കാണെങ്കിൽ 5 ഇരുമ്പമ്പുളി, ഓർക്കപ്പുളി എന്നൊക്കെ പറയും, ഇരുമ്പമ്പുളി എന്നൊക്കെ പറയും, അതാണിത്. ഇഡ്ഡലിക്ക് വേണ്ടി വെള്ളത്തിലിടുമ്പോൾ അരിയും ഉഴുന്നും സെപ്പറേറ്റ് ആയിട്ട് തന്നെ പൊതിരാനും ഇടുക. അതുപോലെ അരക്കുന്നതും സെപ്പറേറ്റ് ആയിട്ട് തന്നെ അരച്ച് വെക്കുക. ആദ്യം ഉഴുന്ന് അരച്ചതിന് ശേഷം അരി അരക്കുക. ഇതെന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, തണുത്ത വെള്ളത്തിലാണ് കേട്ടോ ഈ ഒരു ഇഡ്ഡലിൻ്റെ മാവ് അരച്ച് വെക്കേണ്ടത്. ഇവിടെ ഇഡ്ഡലിയൊക്കെ ഇഷ്ടമാണ്, പക്ഷെ പുളിപ്പായാലും ഇഷ്ടമല്ല. ആദ്യം ജസ്റ്റ് ഒന്ന് ഇതാക്കിയതിന് ശേഷം നന്നായിട്ട് അരച്ചെടുക്കുക. ഒരുപാട് വെള്ളം ഓവറാവരുത്, ഇങ്ങനെ കുറഞ്ഞ രീതിയിൽ തന്നെ അരച്ചെടുക്കുക. എന്നിട്ട് ചാക്കരിയും നമ്മൾ അരച്ചെടുക്കുക. അത് കൂടുതൽ വെള്ളത്തിൽ അരച്ചെടുക്കണ്ട, കുറച്ച് സമയം എടുത്ത് തന്നെ അരച്ചെടുക്കണം. ഇത് അരവ് കുറഞ്ഞാലും ഇഡ്ഡലി നന്നാവൂല. ചാക്കരി ഒരുവിധം അരഞ്ഞ് സെറ്റായി എന്ന് കാണുമ്പോൾ അതിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ പൊടിച്ച് വെച്ചിട്ടുള്ള അരിപ്പൊടിയില്ലേ, അതൊരു 1/2 കപ്പ് ഇടുക. പിന്നെ അതുപോലെ ചാക്കരി അരക്കുമ്പോൾ അത് പെട്ടെന്ന് അരയാനായിട്ടും അതുപോലെ ഇഡ്ഡലി സോഫ്റ്റ് ആവാനും നമ്മൾ എന്ത് ചെയ്യണം, ചാക്കരി അരക്കുമ്പോൾ അതിലേക്ക് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കുക. അത് നല്ലൊരു ഇതാണ്. നമ്മൾ ജ്യൂസൊക്കെ അടിക്കുമ്പോൾ കാണില്ലേ, നമ്മൾ ഐസ് ക്യൂബ്സ് ഇട്ട് അടിച്ചാൽ അതിങ്ങനെ മുകളിലൊരു പത പോലെ വരും. അതുപോലെ ഇത് നന്നായിട്ട് പൊങ്ങാൻ, പെട്ടെന്ന് മാവ് പൊങ്ങാനുള്ളൊരു ടിപ്സാണ് ഐസ് ക്യൂബ്സ് ഇട്ട് നോക്കുക. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് നമ്മളെ അറിയിക്കുക. എന്തായാലും റിസൾട്ട് കിട്ടും. ഇവിടെ വരുന്നവരൊക്കെ പറയാറുണ്ട്, നിൻ്റെ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ആണല്ലോ, നല്ല ടേസ്റ്റ് ആണല്ലോ, ഇതെന്താ അധികം പുളിപ്പില്ലാത്തതെന്നൊക്കെ. അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷനാണിത്. ഇതാ ഇപ്പോൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. രണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ ആ ഓർക്കപ്പുളി ഇട്ട് വെക്കണം.
അത് ജസ്റ്റ് നമ്മൾ അരച്ച് കൂട്ടത്തിൽ അരക്കൊന്നും വേണ്ട. ഈ പുളി ഇട്ട് വെക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മുടെ ഉഴുന്ന് മാവിൻ്റെ അധികമുള്ള പുളിപ്പ് അതുപോലെ ആ ഒരു ടേസ്റ്റൊക്കെ മാറ്റും. ഈ ഇഡ്ഡലിക്ക് വേറൊരു ടേസ്റ്റ് തന്നെയാണ്. ഒരിക്കൽ ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങൾ ഉറപ്പായിട്ടും അത് സമ്മതിക്കും. ഇതിലിട്ടിട്ട് എന്ത് ചെയ്യുക, നന്നായിട്ട് ഇളക്കി വെക്കുക. എന്നിട്ട് ഈ മാവ് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമ്മളിത് ഫ്രീസറിലേക്ക് ഈ മാവ് എന്ത് ചെയ്യുക, ഒരു മണിക്കൂറിന് വെക്കുക. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 4 മണിക്ക് ഞാൻ അരച്ചിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങ് ഫ്രീസറിൽ വെക്കും. ഇപ്പോഴും അങ്ങനെ ആണെന്നല്ല, ചിലപ്പോൾ മക്കൾക്ക് നാളെ ഇഡ്ഡലി ഇവിടെ സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകേണ്ട ഇഷ്ടമല്ല, ചായക്കടിയാണ് കൊണ്ടുപോകുക. അപ്പോൾ ഇഡ്ഡലിക്കായ നല്ല ഇഷ്ടമാണ് അവർക്ക്. അതൊന്നും പിന്നെ ടേസ്റ്റ് മാറൂല. സാധാ ദോശക്കായാലും ഇതാ കണ്ടോ, ഫ്രീസറിൽ വെച്ച് 1.5 മണിക്കൂറായിട്ടുള്ളതാണ്. ഇനി നമുക്ക് എന്ത് ചെയ്യുക, ഇതിലുള്ള ഈ ഇരുമ്പമ്പുളി എടുത്തിട്ട് കളയാം. ആദ്യം തന്നെ ഉപ്പിടണ്ട. ഇതാ കണ്ടോ, മാവ് നമ്മൾ അരച്ച് വെച്ചതിനേക്കാളും നന്നായിട്ട് ഇപ്പോൾ തന്നെ പൊങ്ങിയിട്ടുണ്ട്, പതഞ്ഞിട്ടുണ്ട്. ആ ഐസ് ക്യൂബ്സ് ഇട്ട് അരച്ചത് കൊണ്ടാണ് ഇങ്ങനെ വേണ്ട പതഞ്ഞ്, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും. ഇനി ഇത് രാത്രി അരച്ച് വെച്ചിട്ട് രാവിലത്തേക്ക് ആക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡബിളായിട്ട് മാവ് പതഞ്ഞു പൊങ്ങും. ഞാൻ കുറച്ച് ഇപ്പോൾ എടുത്തിട്ട് ബാക്കി മാവ് ഞാൻ അവിടെ വെച്ചിരുന്നു. ഇത് രാത്രിക്കൊക്കെയാണ് ഞങ്ങൾക്ക്. രാവിലത്തേക്ക് ആയപ്പോക്കിന് 1.5 മണിക്കൂറിൽ കൂടുതൽ ഇരുമ്പമ്പുളി അതിലിട്ട് വെക്കണ്ട. ഈ മാവ് കഴുകിയെടുത്ത ആ ഇരുമ്പമ്പുളി ഇനി നമുക്ക് കറിയിലേക്കും എടുക്കാം. ഈ ഇരുമ്പമ്പുളിയുടെ ആ നെട്ടി ആദ്യം എടുത്തിട്ട് കളയണം കേട്ടോ. അത് കട്ട് ചെയ്തിട്ട് ഒഴിവാക്കണം. ഞാനത് പറയാൻ വിട്ടുപോയതാണ്. ഇല്ലെങ്കിൽ അതൊരു റോസ് കളറായിട്ട് നമ്മുടെ മാവിൻ്റെ കളറ് മാറും. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതാ നന്നായിട്ട് സോപ്പ് പോലെ പതഞ്ഞ് പൊങ്ങിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇഡ്ഡലി സോഫ്റ്റ് ആവും എന്നുള്ളത്. ഇനി രാവിലത്തേക്ക് നമ്മൾ ഇത് മാറ്റി വെക്കുകയാണെങ്കിൽ ഇതിനേക്കാളും ഡബിളായിട്ട് മാവ് പൊങ്ങിയിട്ട് വരും. ഇങ്ങനെ ആയാൽ തന്നെ ഇത് ഒരു കയ്യിൽ കൊണ്ട് ഈ തവയിൽ ഒരു കയ്യിലുള്ള അത് തന്നെ 2-3 ഇഡ്ഡലിക്ക് ഉണ്ടാവും. ആ രൂപത്തിൽ പൊങ്ങിയിട്ടുണ്ട്. ഇത്തിരി ഒഴിച്ചു കൊടുത്താൽ മതി, അത് ബണ്ണ് പോലെ പൊങ്ങി വരും. ഇപ്പോൾ ഇഡ്ഡലിയുടെ പുളിപ്പ് കാരണം ഇഡ്ഡലി കഴിക്കാത്തവർ ഇനി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് കഴിച്ചു തുടങ്ങുക. നോക്ക്, വെറും ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. രാവിലത്തേക്ക് എടുത്തു വെച്ചപ്പോൾ ആ മാവിൻ്റെ അവസ്ഥ നോക്കി, അതിനേക്കാളും പൊങ്ങിയിട്ടുണ്ട്, ഡബിളായിട്ട് സെറ്റപ്പായി വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിട്ടും കിട്ടും. എന്തായാലും അപ്പോൾ ആ ഫ്രീസറിൽ വെക്കേണ്ട കാര്യം മറക്കണ്ട. ഇരുമ്പമ്പുളി അല്ലെങ്കിൽ പച്ചമുളക് ഇട്ടിട്ട് വെച്ചാലും മതി. ഇങ്ങനെ അരച്ച് വെച്ചാലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഞാൻ ഉഴുന്നിൻ്റെ ദോശയും ആക്കും, ഒരു ദിവസം ഇഡ്ഡലി ആക്കും. ഈ മാവ് കൊണ്ട് 2 ഉപകാരമാണുള്ളത്. ഇതാ നോക്ക്, ഇഡ്ഡലിൻ്റെ അവസ്ഥ നോക്ക്. ഇനി ഈ ഇഡ്ഡലി ഇങ്ങനെ തട്ടുന്ന് മാറ്റി വെച്ചിട്ട് എന്ത് ചെയ്യുക, അതിലൊരിത്തിരി വെള്ളം കുടഞ്ഞിട്ട് ചെരിച്ച് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുക്കാം. ഇനി അതല്ലാതെ വേറൊരു ഐഡിയ ഉണ്ട്. നമ്മൾ പൈപ്പ് തുറന്നിട്ടിട്ട് ഇതിൻ്റെ ഈ ഇഡ്ഡലി തട്ടിൻ്റെ സൈഡ് ഭാഗത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ, ഞാൻ ആദ്യമൊക്കെ ഇവിടെ തൊട്ടടുത്ത വീട്ടിലുള്ള ഇഡ്ഡലി തട്ടിൻ്റെ അവരുടെ ഇഡ്ഡലി ചെമ്പിൻ്റെ ഉള്ളിലെ തട്ട് വാങ്ങി കൊണ്ടുവന്ന് നിൽക്കും. എന്നാൽ വേഗം പണി കഴിയുമെന്ന് വെച്ചിട്ട് ഇപ്പോൾ ഈ ഒരു ഐഡിയ ട്രൈ ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു ആവശ്യമില്ല. നമ്മൾ നന്നായിട്ട് ഈ ഭാഗത്തൊന്ന് കഴുകി വെച്ചാൽ അപ്പുറ ഭാഗത്തേക്ക് വെള്ളവും വരില്ല. നമ്മൾ സ്പൂണ് കൊണ്ട് ഒന്നുണ്ട് ഇളക്കിയാൽ തന്നെ അതിങ്ങോട്ട് കിട്ടും. അടിഭാഗത്ത് പറ്റി പിടിക്കൊന്നുമില്ല. ഈ ഇഡ്ഡലി ചിലരിതൊക്കെ കണ്ടില്ലേ, 2 ഭാഗവും പല പോലെയാവും. ഇതിപ്പോൾ ഇഡ്ഡലിൻ്റെ മുകൾ ഭാഗവും അടിഭാഗവും ഒരുപോലെയാണ് ഇരിക്കേണ്ടത്. കള്ളം പറയില്ല, ലൈവ് റിസൾട്ടാണത്, നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അപ്പോൾ ആദ്യമെല്ലാം കുക്കിങ്ങിന് ഒരുപാട് സപ്പോർട്ട് ചെയ്തിരുന്നവരുണ്ട്. ഇപ്പോൾ നൈറ്റി മാത്രമാണെന്ന് പറഞ്ഞിട്ട് കംപ്ലൈൻറ്റ് പറയുന്നവർക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണം. ഏതൊക്കെ ബിസിനസ്സും ഏതെല്ലാം ജോലികൾ ചെയ്താലും നമ്മൾ വീട്ടമ്മമാർ നമ്മുടെ വീട്ടിലുള്ളവർക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് ഉണ്ടാക്കി കൊടുക്കാതിരിക്കില്ല. അപ്പോൾ എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം. എന്നിട്ട് നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയെങ്കിൽ അത് അറിയിക്കുക, അതല്ലെങ്കിൽ അതും അറിയിക്കുക. ചാക്കരി പ്രത്യേകിച്ച് നന്നായിട്ട് അരക്കണം. അതുപോലെ ഒരു കയ്യിൽ 1 കപ്പ് പച്ചരിയുടെ പൊടിയാണ് ചേർക്കേണ്ടത്. അതിൻ്റെ കൂടെ പച്ചരി ചേർത്തിട്ട് കാര്യമില്ല. അപ്പോൾ ഇന്ന് വൈകുന്നേരം നൈറ്റി ബിറ്റിൻ്റെ ആളുകൾ വരുന്നുണ്ട്. വേണ്ടവർ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക കേട്ടോ. കൂടെ നമ്മുടെ ഈ കുഞ്ഞു ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതുകൊണ്ടാണ് പല വീഡിയോസും നിങ്ങൾക്ക് കാണാത്തത്.
അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബും തൊട്ടടുത്തുള്ള ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നിങ്ങൾക്ക് ഉപകാരമുള്ള എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അപ്പോൾ ഇനി ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.